ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ ടീം മാളൂട്ടി. എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമ്മളിത് മാൾ ഓഫ് ഒമാനിലേക്കാട്ടോ വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ? ഇവിടെ മെയിനായിട്ട് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് സ്നോ പാർക്കാണ് കേട്ടോ. ഒരു അടിപൊളി സ്നോ പാർക്ക് ഉണ്ട് ഇവിടെ. അതുകൂടാതെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് പല വെറൈറ്റി ഷോപ്പുകളുണ്ട്. എല്ലാത്തരം സംഭവങ്ങളും തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. സൂപ്പർ മാർക്കറ്റായിട്ടും ഫാർമസി ആയിട്ടും മേക്കപ്സ് ഞങ്ങൾക്കാണെങ്കിലും ഡ്രസ്സുകൾക്കാണെങ്കിലും അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടത് നമ്മളിത് ആ സ്നോ പാർക്കിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ചുറ്റിന് ഇതുപോലെ വലിയ ഗ്ലാസ്സുകളാട്ടോ. ആ ഗ്ലാസ്സിൽ കൂടെ എല്ലാ സൈഡും കാണാം. ഇന്ന് വലിയ ആളില്ലാന്ന് തോന്നണം കേട്ടോ. കുറച്ച് ആളുകളേ ഉള്ളൂ. ചില ദിവസം നിറയെ ആളുകളുണ്ടാവും കേട്ടോ. അപ്പോൾ പല സ്കേറ്റിങ് നടത്താനും പിന്നെ പാർക്ക് പോലെ അപ്പുറ സൈഡിൽ നമ്മൾ വാട്ടർ പാർക്കിൽ പോകും പോലെ തന്നെ അങ്ങനത്തെ ഒരു സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് സമയം ചെലവഴിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ടീ ഷോപ്പും അങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പെൻഗിനുണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കുട്ടികൾക്കായിട്ട് സെപ്പറേറ്റ് സ്ഥലം, വലിയവർക്കായിട്ട് ഒരുപാട് സ്ഥലം. പിന്നെ ഇവിടെ ടീ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടീ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഒരു ബോണസായിട്ട് ഒരു പ്രാവശ്യം കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾ പൈസ കൊടുത്ത് കഴിക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. കുറേ നേരം നമുക്കവിടെ നിൽക്കാൻ തോന്നും കേട്ടോ. കാരണം നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം പോണതും അറിയില്ല. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളും അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ഓരോ സൈഡായിട്ട് നമ്മൾ പോയി കണ്ട്. ഇത് വേറൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ. ഇത് പുറമെ നമ്മൾ ആ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് വശമാണ് കണ്ടത്. പിന്നെ ഇതേ വേറൊരു ഗ്ലാസിൻ്റെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ വേറെ സെക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞയിൽ കൂടെ ഉണ്ട്, അല്ലാതെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ട്രീയൊക്കെ സ്നോയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഊഞ്ഞാല, ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാല കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് സ്നോ പാർക്കൊക്കെ കണ്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാൾ ഓഫ് ഒമാനൊക്കെ കറങ്ങി കണ്ടു. മൊത്തമൊന്നും കണ്ടില്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുറേ ഉണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നടന്ന് മടുക്കണവരെ അവിടെയൊക്കെ കറങ്ങി കണ്ടു. പിന്നെ ഞങ്ങൾ ഉടുപ്പിയിൽ വന്നു കേട്ടോ. ഉടുപ്പിയിൽ വന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കണതാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടെ നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തു. പിന്നെ മാളും ഒരു ഭട്ടൂര് ഓർഡർ ചെയ്തു. അച്ഛനാണെങ്കിൽ ഒരു പനീർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. നിഷേട്ടൻ പൂരിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഉടുപ്പിയിൽ ദോശയൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉടുപ്പിയിൽ കയറി കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിച്ചൊക്കെ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.